ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലായ സെൻട്രിക് ചാല ബൈ സെൻട്രിക് സിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ എന്നതിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അനുജാണ്. നിങ്ങൾ കാണുന്നത് NSM സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാം പാസ് ഫോർ ഷൂർ വീഡിയോകളാണ്. നാം PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാമിൻ്റെ 12ാം അധ്യായങ്ങളുടെ വീഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോയി ആക്സസ് ചെയ്യാം. ഇപ്പോൾ നാം ഈ മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ തയ്യാറാക്കുകയാണ്. അതിനാൽ മോക്ക് ടെസ്റ്റ് 1 നാം ഇതിനകം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾ കാണാം. ഇന്ന് മോക്ക് ടെസ്റ്റ് 2യുടെ തീരമാണ്. അതിൽ നാം 50 ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പോകുന്നത്. അതിനാൽ ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പറയട്ടെ, ഇവയാണ് പരീക്ഷയിൽ ആവർത്തിച്ച് വരാറുള്ള ചോദ്യങ്ങൾ. പക്ഷേ ഇതേ ചോദ്യങ്ങൾ തന്നെ വരും എന്ന് ഉറപ്പായി കരുതരുത്. അതിനാൽ നമുക്ക് മുഴുവൻ കരിക്കുലം പഠിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങൾ പൂർണ്ണമായും 12 അധ്യായങ്ങളിലെ കരിക്കുലം പഠിച്ചു പോകുന്നത് നിർബന്ധമാണ്. നാം മുഴുവൻ കരിക്കുലത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 12 അധ്യായങ്ങളിലെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് അവ കാണാം. അതിന്റെ ലിങ്ക് ഞങ്ങൾ വിവരണത്തിൽ കൂടി നൽകും. പക്ഷേ ഇത് ഉപദേശവും എല്ലാവരോടും എൻ്റെ വിനീതമായ അഭ്യർത്ഥനയും ആണ്. ആദ്യം നിങ്ങൾ 12 അധ്യായങ്ങളിലെ വീഡിയോകൾ കാണണമെന്ന്. അതിനുശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ മോക്ക് ടെസ്റ്റ് 1 ഞങ്ങൾ ഇതിനകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നാം മോക്ക് ടെസ്റ്റ് 2യെ കുറിച്ച് സംസാരിക്കും. അതിനാൽ ഞാൻ നിങ്ങൾക്ക് കൂടി 50 ചോദ്യങ്ങൾ കൂടി പറയും. ഇങ്ങനെ നാം 3-4 മോക്ക് ടെസ്റ്റുകൾ കൂടി കവർ ചെയ്താൽ നമ്മുടെ കയ്യിൽ വളരെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ചോദ്യങ്ങളോടൊപ്പം അവയുടെ ഉത്തരങ്ങളുടെ വിശദീകരണവും ഞാൻ നിങ്ങൾക്ക് പറയും. ശരി, എങ്കിൽ നാം ആരംഭിക്കാം. സീരീസ് 21 നേവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ മോക്ക് ടെസ്റ്റ് 2. അപ്പോൾ ചോദ്യ നമ്പർ 1 കൊണ്ട് തുടങ്ങാം. താഴെ പറയുന്നവയിൽ ഏതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രോസസ്സിലെ ഒരു ഘട്ടം? നിലവിലെ സാമ്പത്തികവും സാമ്പത്തിക സാഹചര്യങ്ങളും പഠിക്കുക, ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക, പോർട്ട്ഫോളിയോ നിർമ്മിക്കുക. മുകളിൽ പറയുന്നവ എല്ലാം പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ പോളിസി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, നിക്ഷേപകന്റെ നിലവിലെ സാമ്പത്തികവും സാമ്പത്തിക സാഹചര്യങ്ങളും പരിശോധിക്കുന്നത്, അതിനുശേഷം പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നത് എന്നിവ. അതിനാൽ ഉത്തരം മുകളിൽ പറയുന്നവ എല്ലാം. ഇവയൊക്കെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രോസസ്സിലെ എല്ലാ ഘട്ടങ്ങളും. അതിനാൽ മുകളിൽ പറയുന്നവ എല്ലാം ആണ് ഉത്തരം. ചോദ്യം നമ്പർ 2. പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ആവശ്യകതയിൽ താഴെ പറയുന്നവയിൽ ഏതാണ്? അതിനാൽ ആരെങ്കിലും ട്രേഡ് ലൈസൻസ് നേടാൻ സെബിക്ക് അപേക്ഷിക്കുമ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിനായി ആവശ്യമായ കാര്യങ്ങൾ ഏവയാണ്? അപേക്ഷകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് മതിയായ ഓഫീസ് സ്പേസ്, ഉപകരണങ്ങൾ, പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കാൻ ആവശ്യമായ മാൻപവർ എന്നിവ. അപേക്ഷകൻ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. കൂടാതെ അപേക്ഷകൻ ഒരു കംപ്ലയൻസ് ഓഫീസറെ നിയമിച്ചിരിക്കണം. കൂടാതെ മുകളിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. നമുക്ക് നേരിട്ട് പുസ്തകത്തിൽ വായിച്ചിരിക്കുന്നത് ഇതാണ്. സെബി ഒരു പോർട്ട്ഫോളിയോ മാനേജർ ലൈസൻസ് ആർക്കെങ്കിലും നൽകുന്നതിന് മുമ്പ് അതിനുള്ള മുൻകൂർ നടപടിയായി അപേക്ഷകന് മതിയായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഓഫീസ് സ്പേസ് ഉണ്ടോ, ഉപകരണങ്ങളും മാൻപവർ ഉണ്ടോ എന്നത് ഉറപ്പാക്കും. രണ്ടാമതായി, അപേക്ഷകൻ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. കാരണം ബോഡി കോർപ്പറേറ്റിന് ഒരു സ്വതന്ത്ര നിയമസ്ഥിതിയുണ്ട്. കൂടാതെ അപേക്ഷകന് ഒരു കംപ്ലയൻസ് ഓഫീസർ ഉണ്ടായിരിക്കണം. അതായത് അവൻ ഒരാളെ അതിനായി നിയമിച്ചിരിക്കണം. ഇവയാണ് സെബി ഒരു PMS ലൈസൻസ് നൽകുന്നതിന് മുമ്പ് പരിശോധിക്കുന്ന ചില ആവശ്യകതകൾ. അതിനാൽ ഉത്തരം എല്ലാം മുകളിൽ പറഞ്ഞവയാണ്. ചോദ്യം നമ്പർ 3. താഴെ പറയുന്ന വ്യക്തികളിൽ എൻറ്റിറ്റികളിൽ ആരെല്ലാം PMSലേക്ക് നിക്ഷേപം നടത്താൻ കഴിയും? ഇതിന്റെ ഉത്തരം വളരെ നേരിയതാണ്. ആദ്യം നാം ഇതിന്റെ ഓപ്ഷനുകൾ നോക്കാം. HUF വ്യക്തി, RBI മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം NRI മുകളിൽ പറഞ്ഞവയൊക്കെയും. അതിനാൽ ഉത്തരം എല്ലാം മുകളിൽ പറഞ്ഞവയാണ്. ഈ എല്ലാ എൻറ്റിറ്റികൾക്കും PMSലേക്ക് നിക്ഷേപം നടത്താൻ കഴിയും. ചോദ്യം നമ്പർ 4. ഒരു ബോണ്ടിന്റെ സാധാരണ പോർട്ടബിലിറ്റി പുട്ട് ഓപ്ഷൻ ഫീച്ചറുകൾ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഏതാണ് എന്ന്. ഓപ്ഷനുകൾ നോക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബോണ്ട് ഉടമയ്ക്ക് ബോണ്ട് തിരിച്ചായി ഇഷ്യൂവറിന് വിൽക്കാനുള്ള അവകാശം നൽകുന്നു. രണ്ടാമത്തേത്, ബോണ്ട് ഉടമയ്ക്ക് ബോണ്ട് മറ്റൊരു സെക്യൂരിറ്റിയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നൽകുന്നു. സാധാരണയായി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കൺവേർട്ടിബിൾ ബോണ്ടുകളുടെ കമൺ സ്റ്റോക്കിലേക്കാണ് ഇത്. ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് ബോണ്ടുകൾ മെച്യൂരിറ്റിക്ക് മുമ്പ് ഒരു നിർദ്ദിഷ്ട വില നൽകി പിൻവലിക്കാൻ അനുവദിക്കുന്നു. ഇൻവെസ്റ്റർക്ക് ബോണ്ട് റീഡീം ചെയ്യാൻ അനുവദിക്കുന്നു. ശരി, അതിനാൽ ഉത്തരം എ ആണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബോണ്ട് ഉടമയ്ക്ക് ബോണ്ട് തിരിച്ചായി ഇഷ്യൂ ചെയ്യുന്നവർക്ക് വിൽക്കാനുള്ള അവകാശം നൽകുന്നു. നോക്കൂ, ഒരു ബോണ്ട് പുട്ട് ഓപ്ഷനോടൊപ്പം പോർട്ടബിലിറ്റി ഓപ്ഷനോടൊപ്പം വരുമ്പോൾ ബോണ്ട് ഉടമ, അതായത് ബോണ്ടിൽ പണം നിക്ഷേപിച്ച വ്യക്തി, അതിൽ നിക്ഷേപം നടത്തിയ വ്യക്തി, അവനാണ് ഈ അവകാശം ലഭിക്കുന്നത്. ബോണ്ട് ഉടമയ്ക്ക് ഈ അവകാശം ഉണ്ടാകും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൻ തന്റെ ബോണ്ട് തിരിച്ചായി ഇഷ്യൂ ചെയ്യുന്നവർക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നവൻ ആ ബോണ്ട് തിരിച്ചെടുക്കും. പിന്നെ അവൻ മുഴുവൻ പണം തിരികെ നൽകും. അതിനാൽ ഈ പുട്ട് ഓപ്ഷൻ ഉള്ള ബോണ്ടുകൾ, പോർട്ടബിലിറ്റി ഫീച്ചർ ഉള്ള ബോണ്ടുകൾ, അതാണ് പുട്ട് ഓപ്ഷൻ ബോണ്ട്, പോർട്ടബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇതിൽ ബോണ്ട് ഉടമയ്ക്ക് ബോണ്ട് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നവർക്ക് വിൽക്കാൻ കഴിയും. ചോദ്യം നമ്പർ 5.
സർക്കാർ സെക്യൂരിറ്റികൾക്ക് പ്രത്യേകിച്ച് ഡാഷ് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു റിസ്ക്കും ഇല്ല, അതിനാൽ അവയെ റിസ്ക് ഫ്രീയും ഗിൽറ്റ് എറ്റ് ഇൻസ്ട്രുമെന്റ്സും എന്ന് വിളിക്കുന്നു. ഓപ്ഷനുകൾ നോക്കാം: ലിക്വിഡിറ്റി, ട്രേഡബിലിറ്റി, നെഗോഷ്യബിലിറ്റി അല്ലെങ്കിൽ ഡിഫോൾട്ട്. സർക്കാർ സെക്യൂരിറ്റികളിൽ സാധാരണയായി ഏത് റിസ്ക്കും ഉണ്ടാകാറില്ല, അതിനാൽ ഉത്തരം ഡിഫോൾട്ട് ആണ്. നോക്കൂ, സർക്കാർ തന്റെ സെക്യൂരിറ്റികളിലും ഡെറ്റ് ഒബ്ലിഗേഷനുകളിലും ഡിഫോൾട്ട് ചെയ്യില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു, അങ്ങനെ തന്നെ മനസ്സിലാക്കപ്പെടുന്നു. ഇത് സോവറിൻ ഗ്യാരണ്ടിയോട് കൂടി വരുന്നു, അതിനെയാണ് റിസ്ക് ഫ്രീ ഡെറ്റ് എന്ന് വിളിക്കുന്നത്. അതിനാൽ ഉത്തരം ഡിഫോൾട്ട് ആണ്, കാരണം സർക്കാർ സെക്യൂരിറ്റികൾക്ക് പ്രത്യേകിച്ച് ഡിഫോൾട്ട് റിസ്ക് ഇല്ല. അവിടെ ഡിഫോൾട്ട് റിസ്ക് ഇല്ല, ക്രെഡിറ്റ് റിസ്ക് ഇല്ല, അതുകൊണ്ടാണ് ഇവയെ റിസ്ക് ഫ്രീ ഡെറ്റ് എന്ന് വിളിക്കുന്നത്. ചോദ്യം നമ്പർ 6. ഡാഷ് റേഷ്യോ സ്റ്റോക്കിന്റെ വില അത് സൃഷ്ടിക്കുന്ന വരുമാനത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. PB അനുപാതം, വിലയും വിൽപ്പനയും തമ്മിലുള്ള അനുപാതം, വിലയും പണമൊഴുക്ക് അനുപാതം, വിലയും വരുമാനവും തമ്മിലുള്ള അനുപാതം. അങ്ങനെ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും സാധാരണമായ സ്റ്റോക്ക് മൂല്യനിർണ്ണയ മാനദണ്ഡം അനലിസ്റ്റുകൾ നോക്കുന്നത് പ്രൈസ് ടു അർണിംഗ്സ് റേഷ്യോ ആണ്. ശരി, അപ്പോൾ പ്രൈസ് ടു അർണിംഗ്സിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റോക്ക് വിലയെ EPS-നാൽ വിഭജിക്കുകയാണ്. അതിനാൽ ഇതിന്റെ അർത്ഥം ഒരു സ്റ്റോക്കിന്റെ വില എത്രയാകണം എന്നതാണ്, അതായത് ആ സ്റ്റോക്ക് ഉണ്ടാക്കുന്ന വരുമാനത്തെ അടിസ്ഥാനമാക്കി അതിന്റെ വില എത്രയാകണം എന്നതാണ്. ശരിയാണല്ലോ? ഇത് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ PE റേഷ്യോ എന്നത് ഒരു രൂപം വരുമാനം നേടാൻ ആ പ്രത്യേക സ്റ്റോക്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. സാധാരണയായി മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഒരു സ്റ്റോക്കിന്റെ PE മൂല്യം നോക്കുമ്പോൾ അത് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി അനലിസ്റ്റുകൾ അതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിനാൽ PE റേഷ്യോ ആണ് ശരിയായ ഉത്തരമെന്ന് പറയാം. ചോദ്യം നമ്പർ 7. ഇന്ത്യയിൽ ആധാരമാക്കിയ മാനേജർമാരിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ സ്വീകരിക്കുന്ന വിദേശ ഫണ്ടുകൾക്ക് സുരക്ഷിതമായ ഒരു മാർഗം നൽകാൻ 1961 ഇൻകം ടാക്സ് ആക്ടിൽ ഡാഷ് ഉൾപ്പെടുത്തിയിരുന്നു. അതിനാൽ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 9A നേരിട്ട് എഴുതിയിരിക്കുന്നതാണെന്ന് കാണാം. അപ്പോൾ ആദ്യം ഓപ്ഷനുകൾ നോക്കാം. സെക്ഷൻ 11 ജമ, സെക്ഷൻ 42, സെക്ഷൻ 9 സെക്ഷൻ 12 അവ ശരിയാണോ? അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 9 നേരിട്ട് നമ്മോട് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സർവീസുകൾ സ്വീകരിക്കുമ്പോൾ ഓവർസീസ് ഫണ്ടുകൾക്ക് ഒരു സുരക്ഷിതമായ മാർഗം നൽകുന്നു എന്നതാണ്. അതിനാൽ ഇത് നമുക്ക് ഒരു രീതിയിൽ ഓർമ്മവയ്ക്കണം. അതിനാൽ ഉത്തരം സെക്ഷൻ 9 ആണ്. ചോദ്യം നമ്പർ 8. റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്കിൽ റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്ക് എന്നത് സ്റ്റോക്കിന്റെ മൂല്യം അതിന്റെ നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയത്തിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന വേരിയബിളുകളുമായി താരതമ്യപ്പെടുത്തി അങ്ങനെ കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ക്യാഷ് ഫ്ലോ, ബുക്ക് വാല്യൂ, എർണിംഗ്സ്, മുകളിൽ പറഞ്ഞവ എല്ലാം ശരി. അപ്പോൾ ഈ റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്കാണ് ശരി, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കും. ഉദാഹരണത്തിന് കമ്പനിയുടേത് കാഷ് ഫ്ലോ, ബുക്ക് വാല്യൂ, എർണിംഗ്സ്, പ്രൈസ് ടു എർണിംഗ്സ്, EPS എന്നിവ. അവയെല്ലാം നമ്മൾ റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്കിൽ നോക്കുന്നു. അവ റേഷ്യോകളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയുമായി താരതമ്യം ചെയ്യുക എന്നതാണ് ഇതിലെ മുഴുവൻ ആശയം. രണ്ടു കമ്പനികളെ താരതമ്യം ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ റിലേറ്റീവ് വാല്യുവേഷൻ ടെക്നിക്കുകളിൽ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നു. അതിനാൽ ശരിയായ ഉത്തരമാണ് D, മുകളിൽ പറഞ്ഞവയെല്ലാം. 9ാം ചോദ്യം. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഡേറ്റഡ് സെക്യൂരിറ്റികളും ടിബില്ലുകളും മുകളിൽ പറഞ്ഞ രണ്ടും ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റും എന്നിവയിൽ ഏതാണ് ഇറക്കിവിടുന്നത്? അപ്പോൾ നോക്കൂ, കേന്ദ്ര സർക്കാർ അവരുടെ ഡേറ്റഡ് സെക്യൂരിറ്റികളും ട്രഷറി ബില്ലുകളും ഇറക്കിവിടുന്നു. ഇത് പുസ്തകത്തിൽ നേരിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ട്രഷറി ബില്ലുകളും ബോണ്ടുകളും ഡേറ്റഡ് സെക്യൂരിറ്റികളും ഇരുവരും ഇറക്കിവിടുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ ബോണ്ടുകളും ഡേറ്റഡ് സെക്യൂരിറ്റികളും മാത്രമാണ് ഇറക്കിവിടുന്നത്. അതിനാൽ സംസ്ഥാന സർക്കാർ ടിബില്ലുകൾ ഇറക്കാറില്ല. ടിബില്ലുകൾ കേന്ദ്ര സർക്കാർ മാത്രമാണ് ഇറക്കുന്നത്. അതേസമയം സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് നിങ്ങളുടെ ബാങ്കുകളാണ് ഇറക്കുന്നത്. ചോദ്യം നമ്പർ 10. കമ്പനിയിലുള്ള ഉടമസ്ഥാവകാശം പ്രതിനിധീകരിക്കുന്നതും അതിന്റെ ലാഭത്തിൽ പങ്കാളികളാകാനും കമ്പനി കാര്യങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും അതിന്റെ ഉടമകൾക്ക് നൽകുന്നതും എന്താണ്? അപ്പോൾ ഇക്വിറ്റി ഷെയറുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, ബോണ്ടുകൾ, മുകളിൽ പറഞ്ഞവയൊക്കെ. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് എത്ര ശതമാനം ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടോ അത്ര ശതമാനം ആ കമ്പനിയിലേക്ക് നിങ്ങൾ ഉടമസ്ഥാവകാശം ഉള്ളതായി പ്രതിനിധീകരിക്കുന്നത്? നിങ്ങൾ കമ്പനിയിലൊരു പങ്കാളിയാണ്. കമ്പനിയുടെ ലാഭത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാകാനും വോട്ടിംഗ് അവകാശം ലഭിക്കാനും കഴിയും. അതിനാൽ ഉത്തരം ഇക്വിറ്റി ഷെയറുകളാണ്. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ ഇക്വിറ്റി കൈവശം വയ്ക്കുമ്പോൾ എത്ര ശതമാനം ഇക്വിറ്റി നിങ്ങളുടെ കൈവശമുണ്ടോ അത്ര ശതമാനം ഷെയറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്ര ശതമാനം ആ കമ്പനിയിലേക്ക് നിങ്ങൾ ഉടമയാവുന്നു. കൂടാതെ നിങ്ങൾക്ക് വോട്ടിംഗ് അവകാശവും കമ്പനിയുടെയും ലാഭത്തിൽ പങ്കാളിയാകാനുള്ള യോഗ്യതയും ലഭിക്കുന്നു. ചോദ്യം നമ്പർ 11. താഴെ പറയുന്ന ചില ചെലവുകളിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് ചെലവുകൾക്കിടയിൽ ഉൾപ്പെടുത്താവുന്നത്? കൂറിയർ ചാർജുകൾ, ഓഡിറ്റ് ഫീസ്, പോർട്ട്ഫോളിയോ മാനേജർ സർവീസിനുള്ള ഫീസ്, ബ്രോക്കറേജ് ചാർജുകൾ. നോക്കൂ, ഓപ്പറേറ്റിംഗ് ചെലവുകൾ PMSലേക്ക് ചാർജ് ചെയ്യാവുന്നവയിൽ ഏവയാണ് വരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ഓപ്പറേറ്റിംഗ് ചെലവുകളിൽ നിങ്ങളുടെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാർജുകൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് നിങ്ങളുടെ കൂരിയർ ചെലവ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഡോക്യുമെന്റ് ഫ്രാങ്കിംഗ് ചാർജുകൾ, നോട്ടറി ചാർജുകൾ, സർവീസ് ടാക്സ്, പോസ്റ്റൽ, ടെലിഫോൺ ചെലവുകൾ, ട്രേഡിംഗ്, ഡിമാറ്റ് അക്കൗണ്ടുകൾ. ക്ലയന്റിന്റെ പേരിൽ പോർട്ട്ഫോളിയോ മാനേജർ ഏറ്റെടുക്കുന്ന മറ്റ് എല്ലാ ഔട്ട് ഓഫ് ദ പോക്കറ്റ് ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ദിവസേന നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അവയെല്ലാം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ചെലവിന്റെ ഭാഗമാകും. അതിനാലാണ് കൂരിയർ ചാർജസ് എന്നത് ശരിയായ ഉത്തരമാകുന്നത്. ഈ കൂരിയർ ചാർജസ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ചെലവിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം നമ്പർ 12. സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷനുകൾ പ്രകാരം PMSലേക്ക് നിക്ഷേപം നടത്താൻ നിർബന്ധമായുള്ള ഡോക്യുമെന്റുകൾ ഏതാണ്? ആധാർ കാർഡ്, പാൻ കാർഡ്, സേവിങ്സ് ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്. അതിനാൽ ഉത്തരം വളരെ എളുപ്പമാണ്. ശരിയായ ഉത്തരം പാൻ കാർഡാണ്. കാരണം KYC പ്രോസസ്സിൽ പാൻ കാർഡിന്റെ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. ആദ്യം നിങ്ങളുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം നിങ്ങളുടെ KYC ഡോക്യുമെന്റുകൾ മുഴുവൻ പരിശോധിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യും. KYC ഔപചാരികതകൾ പൂർത്തിയാകും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു PMSലേക്ക് നിക്ഷേപം നടത്താൻ കഴിയൂ. അതിനാൽ ശരിയായ ഉത്തരം പാൻ കാർഡാണ്, ബി. ചോദ്യം നമ്പർ 13. താഴെ പറയുന്ന റിസ്കുകളിൽ ഏതാണ് ക്ലയന്റിന് നൽകുന്ന ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിന്റെ ഭാഗമായും വെളിപ്പെടുത്തേണ്ട റിസ്ക് ഫാക്ടറുകളിൽ ഉൾപ്പെടാത്തത്? ഏത് റിസ്ക് ഫാക്ടറാണ് ക്ലയന്റിന് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? PMSയുടെ ഇൻവെസ്റ്റ്മെന്റ് സമീപനത്തിൽ നിന്നുള്ള റിസ്ക്, ഗ്രൂപ്പിന്റെ ബിസിനസ് റിസ്ക് PMS, കമ്പനികളുടെ ബിസിനസ് റിസ്ക്, ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാത്തതിൽ നിന്നുള്ള റിസ്ക്, മാർക്കറ്റ് റിസ്ക് എന്നിവ. അപ്പോൾ നാം പുസ്തകങ്ങളിലും കരിക്കുലത്തിലും നേരിട്ട് പഠിച്ചിരിക്കുന്നു ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന്. അതിൽ ഉൾപ്പെടും നിങ്ങളുടെ എങ്ങനെയെങ്കിലും റിസ്ക് ഉണ്ടാകുന്നുവോ എന്നത്, ഇൻവെസ്റ്റ്മെന്റ് സമീപനം, ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം, ഇൻവെസ്റ്റ്മെന്റ് തന്ത്രം, അസറ്റ് അലോക്കേഷൻ, ഫണ്ട് മാനേജർ ഉപയോഗിക്കുന്ന അസറ്റ് അലോക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് തന്ത്രം, ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം, ഇൻവെസ്റ്റ്മെന്റ് സമീപനം എന്നിവയൊക്കെ. എന്തെങ്കിലും റിസ്ക് അതിൽ ഉണ്ടാകാമെങ്കിൽ ഫണ്ട് മാനേജർ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി വിശദീകരിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ കുറവായിരിക്കുക എന്നതിൽ നിന്നുണ്ടാകുന്ന റിസ്കുകളും അതിൽ നിന്നുണ്ടാകാവുന്ന എല്ലാ റിസ്കുകളും ഫണ്ട് മാനേജർ വിശദമായി അറിയിക്കും. സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റുകൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റും ഇതിൽ ഉൾപ്പെടും. അതായത് മാർക്കറ്റ് റിസ്ക് ഉണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. പക്ഷേ ഗ്രൂപ്പ് കമ്പനികളുടെ ബിസിനസ് റിസ്കിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിൽ പറയേണ്ടതില്ല. അതിനാൽ ഒരു PMSയുടെ ഗ്രൂപ്പ് കമ്പനിയിൽ ഉള്ള ബിസിനസ് റിസ്ക് എന്ന ഭാഗം നിങ്ങളുടെ ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിൽ ഉണ്ടാകില്ല. അതിനാൽ ഉത്തരം ബിയാണ്, PMSയുടെ ഗ്രൂപ്പ് കമ്പനികളുടെ ബിസിനസ് റിസ്ക്. ഇത് നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കണം, ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇത് വളരെ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതിനാൽ ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിന്റെ ഏത് ഭാഗങ്ങൾ ആണ് എന്നത് നമ്മൾക്ക് മനസ്സിലായിരിക്കണം. ചോദ്യം നമ്പർ 14. മിസ്റ്റർ കരൺ ഒരു നിക്ഷേപകനാണ്. അദ്ദേഹത്തിന് നല്ലൊരു അളവിൽ അധികം പണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഈ പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് മിസ്റ്റർ കരണിന്റെ വരുമാനമാണോ? ഇത് മിസ്റ്റർ കരണിന്റെ ഭാവി ചെലവുകളാണോ? ഇത് മിസ്റ്റർ കരണിന്റെ സംരക്ഷണമാണോ? ഇത് മിസ്റ്റർ കരണിന്റെ നിക്ഷേപമാണോ? നോക്കൂ, ഇവിടെ വെറും ഒരു വരി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു നിക്ഷേപകനാണ്. അദ്ദേഹത്തിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നല്ലൊരു തുക പണമുണ്ട്. അതായത് ഇത് സംരക്ഷണമാണെന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംരക്ഷണം എന്നത് എന്താണ്? നാം എപ്പോഴാണ് സംരക്ഷണം ചെയ്യുന്നത്? നമ്മുടെ വരുമാനത്തിൽ നിന്ന് ചെലവുകൾ കുറയ്ക്കുന്നത് നമ്മുടെ സമ്പാദ്യമായി മാറും. അതിനാൽ ഉത്തരം ഇതാണ്. ഇത് മിസ്റ്റർ കരൺ നൈറ്റിയുടെ സംരക്ഷണമാകാം. ഇവിടെ ഇത് വരുമാനമെന്നു കരുതാനാവില്ല, കാരണം അത് അധികമായി ശേഷിച്ചിരിക്കുന്ന തുകയാണ്. ശരി, വരുമാനം കുറവ് ചെലവുകൾ, അതാണ് നിങ്ങളുടെ സംരക്ഷണം. ഇവിടെ വരുമാനവും ഇല്ല, ഭാവിയിലെ ചിലവുകളെക്കുറിച്ചും ചോദ്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ ഇത് മിസ്റ്റർ കരൺ നൈറ്റിയുടെ സംരക്ഷണമാകാം. അതാണ് ശരിയായ ഉത്തരം. കൂടാതെ ഇത് മിസ്റ്റർ കരൺ നൈറ്റിയുടെ നിക്ഷേപം അല്ല. നാലാമത്തെ ഓപ്ഷനും ഇവിടെ അസാധുവാണ്, കാരണം നിക്ഷേപത്തെക്കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല. ശരി, അതിനാൽ ശരിയായ ഉത്തരം ഇത് മിസ്റ്റർ കരണിന്റെ സംരക്ഷണമാകാം. ചോദ്യം നമ്പർ 15. വളരെ എളുപ്പമുള്ള ചോദ്യം. ഒരു വ്യക്തിഗത നിക്ഷേപകന്റെ നെറ്റ്വർത്തിനെ എങ്ങനെ കണക്കാക്കുന്നു? നെറ്റ്വർത്തിനെ നാം എങ്ങനെ കണക്കാക്കുന്നു എന്ന ഓപ്ഷനുകൾ നോക്കാം. ഫൈനാൻഷ്യൽ ആസ്തികൾ കുറവ് ഫൈനാൻഷ്യൽ ബാധ്യതകൾ, ടാഞ്ചിബിൾ ആസ്തികൾ കുറവ് ടാഞ്ചിബിൾ ബാധ്യതകൾ, എല്ലാ ആസ്തികളും കുറവ് എല്ലാ ബാധ്യതകളും, അല്ലെങ്കിൽ എല്ലാ ആസ്തികളും കുറവ് കറണ്ട് ബാധ്യതകൾ. അതിനാൽ ഇതിൽ നമ്മൾ കൺഫ്യൂസ് ആകേണ്ടതില്ല. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഫൈനാൻഷ്യൽ ആസ്തികളും ഫൈനാൻഷ്യൽ ബാധ്യതകളും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടതില്ല. ശരിയായ ഉത്തരമാണ് എല്ലാ ആസ്തികളും കുറവ് എല്ലാ ബാധ്യതകളും. അതാണ് ശരിയായ ഉത്തരം. അതിനാൽ നെറ്റ്വർത്ത് കണക്കാക്കാൻ നിങ്ങളുടെ എല്ലാ ആസ്തികളും എടുത്ത് അത് സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് എന്നിവയാകാം. അവയിൽ നിന്ന് ബാധ്യതകൾ കുറയ്ക്കണം. നിങ്ങളുടെ എല്ലാ ബാധ്യതകളും, ഉദാഹരണത്തിന് കാർ ലോൺ, ക്രെഡിറ്റ് ലോൺ, ഹോം ലോൺ എന്നിവ, ഇവയുടെ വ്യത്യാസമാണ് നിങ്ങളുടെ നെറ്റ്വർത്ത്. അതിനാൽ ഇതിൽ ഒരു സംശയവും വേണ്ട. എല്ലാ ആസ്തികളും കുറവ് എല്ലാ ബാധ്യതകളും, അതാണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 16. ബോണ്ട്, മുതലിന്റെ തുക, കൂപ്പൺ തുക, പലിശ, തവണകൾ എന്നിവയുടെ കാലാവധി പൂർത്തിയാകുന്നതുവരെ പതിവായി അടയ്ക്കുന്ന നിശ്ചിത കരം എന്താണ്?
ബോണ്ടിന്റെ മാച്യൂരിറ്റിയിലേക്ക് സ്ഥിരമായ ഇടവേളയിൽ ലഭിക്കുന്ന തുക എന്താണ്? അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് കൂപ്പൺ എന്നാണ് വിളിക്കുന്നത്. ബോണ്ടിന്റെ കാലാവധി പൂർത്തിയാകുന്നതുവരെ നമുക്ക് പതിവായി നിശ്ചയിക്കുന്ന നിരക്കാണ് കൂപ്പൺ. ഈ കൂപ്പൺ കാലാവധി പൂർത്തിയാകുന്നതുവരെ അതേപടി തുടരും. കൂപ്പൺ നിരക്ക് മാറില്ല. ഇത് നമുക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ശരിയായ ഉത്തരമാണ് കൂപ്പൺ. ചോദ്യം നമ്പർ 17. PMS സ്ഥാപനത്തിൽ കോംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുന്നത് ആര്? പോർട്ട്ഫോളിയോ മാനേജർ, സെബിയും പോർട്ട്ഫോളിയോ മാനേജറും ചേർന്ന് ആലോചിച്ച് എന്നിവയാണ് ഓപ്ഷനുകൾ. അതിനാൽ സെബി നിയമങ്ങൾ പ്രകാരം ഞാൻ പറയുമ്പോൾ ഓരോ പോർട്ട്ഫോളിയോ മാനേജറും ഒരു കോംപ്ലയൻസ് ഓഫീസറെ നിയമിക്കണം. അതിനാൽ ഉത്തരം പോർട്ട്ഫോളിയോ മാനേജറാണ്. പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുപോലെയും സെബി നിയമങ്ങൾ പ്രകാരവും പോർട്ട്ഫോളിയോ മാനേജർ കോംപ്ലയൻസ് ഓഫീസറെ നിയമിക്കും. ആ കോംപ്ലയൻസ് ഓഫീസർ ഉടൻ തന്നെയും സ്വതന്ത്രമായും സെബിയിലേക്കും കണ്ടെത്തിയ അനുപാലനക്കേടുകളിലേക്കും റിപ്പോർട്ട് ചെയ്യണം. അതിനാൽ ഏതെങ്കിലും അനുപാലനക്കേട് ഉണ്ടാകുന്നുവെങ്കിൽ ആ കോംപ്ലയൻസ് ഓഫീസർ നേരിട്ട് സെബിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ചോദ്യം നമ്പർ 18. ഡാഷ് എന്നത് PMS ഉപയോഗിക്കുമ്പോൾ നിക്ഷേപകന് ബാധകമായ നിയമപരമായ ചിലവുകളിൽ ഒന്നാണ്. നിയമപരമായ ചിലവുകളെക്കുറിച്ച് സംസാരിക്കാം. രജിസ്ട്രേഷൻ ഫീസ്, ഓഡിറ്റർ ഫീസ്, ബ്രോക്കറേജ് ചാർജുകൾ അല്ലെങ്കിൽ നോട്ടറി ഫീസ്. അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. നിയമപരമായ ചാർജുകൾ എന്നത് സംസ്ഥാനവും ഫെഡറൽ സർക്കാരും ഏർപ്പെടുത്തുന്ന ചാർജുകളാണ്. അതിനാൽ ഉദാഹരണത്തിന് നോട്ടറി ഫീസ് സർക്കാർക്ക് അല്ലെങ്കിൽ ലോക്കൽ കോടതിക്ക് രജിസ്ട്രാറിന് പോകുന്ന ഫീസുകൾ എന്നിവയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡീഡ് ഡോക്യുമെന്റ് നോട്ടറൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനായി നൽകുന്ന എല്ലാ ഫീസുകളും സംസ്ഥാന സർക്കാരിലേക്കോ ലോക്കൽ കോടതിയിലേക്കോ പോകുന്നതാണ്. അതിനാൽ ഉത്തരം എന്തെന്നാൽ നോട്ടറി ചാർജുകൾ ആണ് ഇൻവെസ്റ്റർ PMS ൽ ഏർപ്പെടുമ്പോൾ നൽകേണ്ട സ്റ്റാറ്റ്യൂട്ടറി ചെലവ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടത് ഇതിൽ കഠിനമായ ഒന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി ചെലവ് എന്നത് നിങ്ങളുടെ സർക്കാർക്ക് പോകുന്നതാണെന്നതാണ്. ചോദ്യം നമ്പർ 19. പോർട്ട്ഫോളിയോ മാനേജറെ തിരഞ്ഞെടുക്കുന്നതിനായി ഡ്യൂ ഡിലിജൻസ് നടത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ജാഗ്രതയോടെ ഇരിക്കണം. താഴെ പറയുന്ന വഞ്ചനകളിൽ ഒന്നിലും വീഴരുത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പോർട്ട്ഫോളിയോ മാനേജർ തുടർച്ചയായി ബെഞ്ച് മാർക്ക് മറികടക്കുന്നു എങ്കിൽ അത് നിക്ഷേപ തന്ത്രത്തിന്റെ മതിയായ സൂചകമാണോ? പോർട്ട്ഫോളിയോ മാനേജറുടെ ഭാവി പ്രകടനത്തിന് ഏറ്റവും നല്ല സൂചകം പാസ്റ്റ് പെർഫോമൻസ് ആണോ? മുകളിൽ പറഞ്ഞ രണ്ടും അല്ലെങ്കിൽ ഒന്നും അല്ല. ശരി. ഇപ്പോൾ ചോദ്യം ശ്രദ്ധയോടെ മനസ്സിലാക്കൂ. ഒരു പോർട്ട്ഫോളിയോ മാനേജറെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ചെയ്യുന്ന ഡ്യൂ ഡിലിജൻസ് ഒരു നിക്ഷേപകൻ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ട്രാപ്പുകളിൽ ഏതിനും വീഴരുത്. ഇവിടെ ഞാൻ പറഞ്ഞ ഈ 2 വരികളിലൊന്നിലും നിങ്ങൾ വീഴരുത്. ഈ ട്രാപ്പുകളിൽ നിങ്ങൾ വീഴരുത്. അപ്പോൾ ഈ 2 വരികളും ശരിയാണോ? ഇവയിൽ ഒന്നും പോലും ശരിയല്ലേ? നമുക്ക് നോക്കാം. അതിനാൽ ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞ രണ്ടും. ഈ 2 വരികളും തെറ്റാണ്. ഈ 2 വരികളുടെ ട്രാപ്പിൽ നിങ്ങൾ വീഴരുത്. വീണ്ടും മനസ്സിലാക്കാം. ആദ്യത്തെ എന്താണ് പറയുന്നത്? പോർട്ട്ഫോളിയോ മാനേജർ തുടർച്ചയായി ബെഞ്ച് മാർക്ക് മറികടക്കുന്നു എങ്കിൽ അതാണ് നിക്ഷേപ തന്ത്രത്തിന്റെ മതിയായ സൂചിക എന്ന് പറയുന്നു. അത് ഒരിക്കലും ശരിയല്ല. കാരണം ആദ്യം പോർട്ട്ഫോളിയോ മാനേജർ തുടർച്ചയായി ബെഞ്ച് മാർക്ക് മറികടന്നേക്കാം. ഭാവിയിൽ അവൻ ബെഞ്ച് മാർക്ക് മറികടക്കാൻ കഴിയാതിരിക്കാം. അതാണ് അവിടെയുള്ള റിസ്ക്. പക്ഷേ ഇത് ഒരു ചെയ്ത സർവീസ് തിരഞ്ഞെടുക്കുമ്പോൾ മാനദണ്ഡമാകരുത്. ശരിയാണല്ലോ? അതിനാൽ തകാലത്തിൽ എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട്, ബെഞ്ച് മാർക്ക് മറികടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ ഒരുപോലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. രണ്ടാമത്തെ വരി പറയുന്നു, ഒരു പോർട്ട്ഫോളിയോ മാനേജറുടെ ഭാവി പ്രകടനത്തിന് ഏറ്റവും നല്ല സൂചികയാണ് പാസ്റ്റ് പ്രകടനം. അതായത് പാസ്റ്റ് പ്രകടനം എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെയാണ് ഭാവിയിൽ ഉണ്ടാകുക. പക്ഷേ ഇതും ഉറപ്പുള്ളതല്ല. അതിനാൽ ഒരു നിക്ഷേപകൻ മനസ്സിലാക്കേണ്ടത് നിക്ഷേപ തന്ത്രം എന്താണ്, നിക്ഷേപ ശൈലി എന്താണ്, നിക്ഷേപ റിട്ടേണുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ നിക്ഷേപ തന്ത്രം, നിക്ഷേപ ശൈലി, ആസറ്റ് അലോക്കേഷൻ എന്നിവയിൽ തീരുമാനമെടുക്കേണ്ടത്. ബെഞ്ച് മാർക്കിനെ തോൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നത് നോക്കേണ്ടതല്ല. പാസ്റ്റ് പ്രകടനം മാത്രത്തെ അടിസ്ഥാനമാക്കി ഭാവിയിലെ പ്രകടനം പ്രവചിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനാൽ ശരിയായ ഉത്തരമാണ് ഈ രണ്ടും. ചോദ്യം നമ്പർ 20. ഇവയിൽ ഏതാണ് പോർട്ട്ഫോളിയോ മാനേജർ സർവീസ് പ്രൊവൈഡറുടെ സാധുവായ വർഗീകരണം അല്ലാത്തത്? കൊമോഡിറ്റി PMS, ഫോറക്സ് PMS, ഇക്വിറ്റി PMS, ഫിക്സ്ഡ് ഇൻകം PMS. അതിനാൽ ശരിയായ ഉത്തരമാണ് ഫോറക്സ് PMS. ഫോറക്സ് PMS എന്നതുപോലുള്ള ഒരു കാര്യം ഇല്ല. ഫോറക്സ് PMS എന്നത് ഇല്ല. 5 തരത്തിലുള്ള PMS മാത്രമേ ഉണ്ടാകൂ. എന്തൊക്കെയാണ് അവയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇക്വിറ്റി അടിസ്ഥാനമാക്കിയ PMS, ഫിക്സ്ഡ് ഇൻകം അടിസ്ഥാനമാക്കിയ PMS, കൊമോഡിറ്റി അടിസ്ഥാനമാക്കിയ PMS, മ്യൂച്വൽ ഫണ്ട് PMS, മൾട്ടി ആസറ്റ് അടിസ്ഥാനമാക്കിയ PMS. ചോദ്യം നമ്പർ 21. മിസ് സീമ ഒരു യോഗ്യമായ ഫണ്ട് മാനേജറാണ്. അവർക്കും ഒരു വിദേശ ഫണ്ടിനോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. വിദേശ ഫണ്ടിന്റെ അഭിപ്രായത്തിൽ അവരുടെ ഫണ്ടുകൾ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പാർക്ക് ചെയ്യാൻ അനുവദനീയമല്ല. നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യാമോ? ഓപ്ഷനുകൾ നോക്കാം. വിദേശ ഫണ്ടുകൾക്ക് സെബിയുടെ അനുമതിയോടെ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അവരുടെ ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ അനുവദനമുണ്ട്. വിദേശ ഫണ്ടുകൾക്ക് ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അവരുടെ ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ അനുവദനമില്ല.
വിദേശ ഫണ്ടുകൾക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അവരുടെ ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ അനുവദനമുണ്ട്. എങ്കിലും അവർക്ക് ഇന്ത്യയുമായി ബിസിനസ് ബന്ധം ഉണ്ടെന്ന് കരുതപ്പെടും. കൂടാതെ വിദേശ ഫണ്ടുകൾക്ക് ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അവരുടെ ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ അനുവദനമുണ്ട്, അവർ ഇന്ത്യയിലെ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കാത്ത പക്ഷം. അതിനാൽ ശരിയായ ഉത്തരമാണ് വിദേശ ഫണ്ടുകൾക്ക് അവരുടെ ഫണ്ടുകൾ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പാർക്ക് ചെയ്യാൻ അനുവദനമുണ്ട്, അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കാത്ത പക്ഷം. ശരി. അതിനാൽ ഇതിന്റെ വിശദീകരണം വളരെ ലളിതമാണ്. സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷനുകൾ പ്രകാരം യോഗ്യമായ ഫണ്ട് മാനേജർമാരുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു യോഗ്യമായ ഫണ്ട് മാനേജർ യോഗ്യമായ നിക്ഷേപ ഫണ്ടുകൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ ഇത് ഒരു നിർബന്ധിതമായ കാര്യമാണ്, നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എങ്കിലും യോഗ്യമായ നിക്ഷേപ ഫണ്ട് ഇന്ത്യൻ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഉപനിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടാകില്ല. അതിനാൽ അവർ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വിദേശ ഫണ്ടുകൾക്ക് അവരുടെ ഫണ്ടുകൾ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പാർക്ക് ചെയ്യാൻ അനുമതിയുണ്ട്. അത് നമുക്ക് ഒരു വിധത്തിൽ ഓർമ്മ വയ്ക്കേണ്ടതാണ്. ഇത് യോഗ്യമായ ഫണ്ട് മാനേജർമാരുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളിലുമുള്ള ഭാഗമാണ്. ഇതിൽ നമുക്ക് പ്രത്യേകമായി ഏതെങ്കിലും ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയാവും. അതിനാൽ ഈ ചാപ്റ്റർ നമുക്ക് വളരെ മനസ്സോടെ പഠിക്കണം. യോഗ്യമായ ഫണ്ട് മാനേജറുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും. ചോദ്യ നമ്പർ 22. സെബി ഇന്റർമീഡിയേറ്റേഴ്സ് റെഗുലേഷൻസ് 2008 ചാപ്റ്റർ 5 അടിസ്ഥാനത്തിൽ ഡിഫോൾട്ട് സംഭവിച്ചാൽ പോർട്ട്ഫോളിയോ മാനേജർക്ക് പുതിയ അസൈൻമെന്റുകൾ എടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടുന്ന കാലാവധി കുറഞ്ഞത് 2 വർഷം, 5 വർഷം, 7.5 വർഷം അല്ലെങ്കിൽ വ്യക്തമല്ലാത്തത് എന്നിങ്ങനെയാണ്. അതിനാൽ സെബി റെഗുലേഷൻസ് ആക്ടിന്റെ ചാപ്റ്റർ 5 പ്രകാരം ഡിഫോൾട്ട് സംഭവിച്ചാൽ പോർട്ട്ഫോളിയോ മാനേജർക്ക് പുതിയ അസൈൻമെന്റുകളും കോൺട്രാക്റ്റുകളും എപ്പോൾ എടുക്കാം എന്നത് വ്യക്തമാക്കിയിട്ടില്ല. സസ്പെൻഷൻ കാലാവധി സെബി ഓർഡറിൽ തന്നെ വ്യക്തമാക്കുന്നതാണ്, ശരിയാണോ? അതിനാൽ ഇത് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ സെബി എപ്പോഴാണോ അറിയിക്കുന്നത് എത്രത്തോളം പ്രൊബേഷൻ കാലാവധി എന്നത് സെബി തന്നെ വ്യക്തമാക്കും. പക്ഷേ ആ തീയതി വ്യക്തമാക്കിയിട്ടില്ല. ചോദ്യം നമ്പർ 23. ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്കും റിട്ടേണും ഏതിനെയാണ് ആശ്രയിക്കുന്നത്? ഇത് പോർട്ട്ഫോളിയോയിലുള്ള ഓരോ സെക്യൂരിറ്റികളുടെ റിട്ടേണിന്റെ കോവേരിയൻസിനെയാണ് ആശ്രയിക്കുന്നത്. ബി. ഇത് ഓരോ ഘടക സെക്യൂരിറ്റിയിലേക്കുള്ള നിക്ഷേപത്തിന്റെ അനുപാതത്തെയും ആശ്രയിക്കുന്നു. മാത്രം എ, മാത്രം ബി, എയും ബിയും അല്ലാത്തതും. ഇവിടെ ചോദ്യം എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. പോർട്ട്ഫോളിയോയിലുള്ള റിസ്കും റിട്ടേണും ഏത് കാര്യങ്ങളിൽ ആശ്രയിക്കുന്നു എന്നതാണ് ചോദിക്കുന്നത്. അത് പോർട്ട്ഫോളിയോയിലുള്ള ഓരോ സെക്യൂരിറ്റികളുടെ റിട്ടേണിന്റെ കോവേരിയൻസിനെയാണ് ആശ്രയിക്കുന്നത്. ശരി. അതിനാൽ അത് അതിന്റെ കോവേരിയൻസിനെയാണ് ആശ്രയിക്കുന്നത്. കോവേരിയൻസ് എന്നത് എന്താണ് എന്നാൽ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് മറ്റൊന്നുമായി എങ്ങനെ ചലിക്കുന്നു എന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവാണ്. ശരി. അതിനാൽ നാം കോറിലേഷൻ എന്നത് സംസാരിക്കുമ്പോൾ അതായത് രണ്ട് സെക്യൂരിറ്റികൾക്കിടയിലെ കോറിലേഷൻ എന്താണ് എന്നതാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് കോറിലേഷൻ എന്നത് അവ പോസിറ്റീവായി ചലിക്കുന്നു എന്നർത്ഥമാണ്. രണ്ടും ഒരേ രീതിയിൽ ചലിക്കുന്നു. നെഗറ്റീവ് കോറിലേഷൻ എന്നത് അവ നെഗറ്റീവായി കോറിലേറ്റ് ചെയ്യുന്നു, അതായത് ഒന്ന് താഴേക്ക് പോകുമ്പോൾ മറ്റൊന്ന് മുകളിലേക്ക് പോകുന്നു എന്നതാണ്. ബി സ്റ്റേറ്റ്മെന്റ് നമ്മോട് പറയുന്നത് എന്താണെന്നാൽ ഓരോ മൂലധന ഡാമിരത്തിലും നിക്ഷേപിച്ചിരിക്കുന്ന പ്രമേഹത്തിന്റെ അനുപാതത്തിൽ ആണ് ഇത് ആശ്രയിക്കുന്നത്. അർത്ഥം ഏതെങ്കിലും ഡാമിരയിൽ നിക്ഷേപത്തിന്റെ അനുപാതം എന്താണ്? അപ്പോൾ ധര്യാഗ്രയുടെ ജേതവും കാണാൻ നമ്മൾ രണ്ടും കാണുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ എയും ബിയും അഥവാ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ കാണുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് ബോത്ത് എ ആൻഡ് ബി. ചോദ്യം 24. പോർട്ട്ഫോളിയോ മാനേജർ വീഴ്ച വരുത്തിയാൽ സെബിക്ക് എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും? അപ്പോൾ ഒരു ഡിഫോൾട്ട് സംബന്ധിച്ച ചോദ്യം വീണ്ടും നമ്മുടെ അടുത്ത് എത്തി. ഒന്നാമതായി, പോർട്ട്ഫോളിയോ മാനേജർക്ക് പുതിയ സ്കീം ആരംഭിക്കാൻ സെബി വിലക്കേർപ്പെടുത്താം, അതായത് പുതിയ സ്കീം ആരംഭിക്കാൻ അനുവദിക്കില്ല. രണ്ടാമതായി, പോർട്ട്ഫോളിയോ മാനേജർക്ക് സെബി മുന്നറിയിപ്പ് നൽകാം അഥവാ വാർണിംഗ് നൽകാൻ കഴിയും. പോർട്ട്ഫോളിയോ മാനേജറുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യാനും സെബിക്ക് കഴിയും. അപ്പോൾ ഇവിടെ ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് കാണിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പറയേണ്ടത് എയും ബിയും സിയും അല്ലെങ്കിൽ ഡി, എ, ബി, സി എന്നിവയാണോ എന്നതാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് എല്ലാം എ, ബി, സി. സെബിക്ക് ഈ 3 കാര്യങ്ങളിലും ഇടപെടാൻ കഴിയും. ഫണ്ട് മാനേജറെ പുതിയ സ്കീം ആരംഭിക്കുന്നത് നിരോധിക്കാനും സെബിക്ക് കഴിയും, അതായത് പുതിയ സ്കീം ആരംഭിക്കാൻ അനുവദിക്കാതിരിക്കാൻ. സെബി പോർട്ട്ഫോളിയോ മാനേജറെ മുന്നറിയിപ്പ് നൽകാനും പോർട്ട്ഫോളിയോ മാനേജറുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യാനും കഴിയും. ചോദ്യം നമ്പർ 25. ഒരു ക്ലയന്റിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അത് PMSലുള്ള ആസ്തികളുടെ മൂല്യത്തേക്കാൾ കൂടുതലാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ക്ലയന്റിനെ എങ്ങനെ സംരക്ഷിക്കുന്നു? അപ്പോൾ ഒരു ക്ലയന്റിന് നഷ്ടം സംഭവിച്ചു, അത് PMSലുള്ള ആസ്തിയുടെ മൂല്യത്തേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ ഈ കേസിൽ ക്ലയന്റ് എങ്ങനെ സംരക്ഷിതനാണ് എന്ന് നോക്കാം. അതിനാൽ ഓപ്ഷനുകൾ പരിശോധിക്കാം.
നോൺ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജറുടെ കാര്യത്തിൽ ക്ലയന്റ് പൂർണ്ണമായും സംരക്ഷിതനാകും. ബി എങ്കിൽ കരാറിൽ ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജറുടെ കാര്യത്തിൽ ക്ലയന്റ് സംരക്ഷിതനാകും. സി ഓപ്ഷൻ എന്നാണ്. മുകളിൽ പറഞ്ഞ രണ്ടും ശരിയാണ്, കൂടാതെ ഡി മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് കരാറിൽ ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജറുടെ കാര്യത്തിൽ ക്ലയന്റ് സംരക്ഷിതനാകും. ശരി. അതിനാൽ നേരിട്ട് കരാറിൽ എഴുതിയിട്ടുണ്ട്. പോർട്ട്ഫോളിയോ മാനേജറും ക്ലയന്റും തമ്മിലുള്ള കരാറിൽ വിവിധ ക്ലോസുകൾ ഉൾപ്പെടുന്നു. ഒരു കരാർ ക്ലയന്റും പോർട്ട്ഫോളിയോ മാനേജറും തമ്മിൽ ഉണ്ടാകുമ്പോൾ അതിൽ ചില ക്ലോസുകൾ എഴുതപ്പെടുന്നു. ഇവിടെ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജർമാരിൽ ഒരു വ്യവസ്ഥയുണ്ട്. ക്ലയന്റിന്റെ ബാധ്യത പോർട്ട്ഫോളിയോ മാനേജറിലേക്കുള്ള അവന്റെ നിക്ഷേപം കവിയരുത്. അതിനാൽ ഡിസ്ക്രിഷണറിയിൽ ഈ ക്ലോസ് ഉണ്ടാകും. അതായത് ക്ലയന്റിന്റെ ബാധ്യത അവൻ പോർട്ട്ഫോളിയോ മാനേജറിൽ നിക്ഷേപിച്ച തുകയേക്കാൾ കൂടുതലാകില്ല. അതിനാൽ ഉത്തരം ബി ആണ്. എങ്കിൽ കരാറിൽ ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസ് ഉൾപ്പെടുത്തിയാൽ ഡിസ്ക്രിഷണറി പോർട്ട്ഫോളിയോ മാനേജറുടെ കാര്യത്തിൽ ക്ലയന്റ് സംരക്ഷിതനാണ്. 26-ാമത്തേത്, പോർട്ട്ഫോളിയോ മാനേജർ എപ്പോൾ ഒരു കസ്റ്റോഡിയനെ നിയമിക്കും? അത് വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർക്ക് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ നൽകുമ്പോഴാണ്. അത് ആഭ്യന്തര നിക്ഷേപകർക്ക് ഉപദേശ സേവനങ്ങൾ നൽകുമ്പോഴും വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർക്ക് ഉപദേശ സേവനങ്ങൾ നൽകുമ്പോഴും. ശരിയായ ഉത്തരമാണ്. അത് വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർക്ക് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ നൽകുമ്പോഴാണ്. അതിനാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് ഉപദേശ സേവനം മാത്രം നൽകേണ്ടി വരുമ്പോൾ അവൻ ഒരു കസ്റ്റോഡിയൻ നിയമിക്കേണ്ട ആവശ്യമില്ല. ശരി. അതിനാൽ ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ ആഭ്യന്തരവും വിദേശവും ക്ലയന്റുകൾക്ക് നൽകുമ്പോൾ അവൻ ഒരു കസ്റ്റോഡിയനെ നിയമിക്കേണ്ടതുണ്ട്. അതിനാലാണ് ഉത്തരം ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ നൽകുമ്പോഴാണ്. അതിനാൽ ഉപദേശ സേവനം മാത്രമുണ്ടെങ്കിൽ അവിടെ കസ്റ്റോഡിയനെ നിയമിക്കേണ്ടതില്ല. ചോദ്യം നമ്പർ 27. ആസറ്റ് അലോക്കേഷൻ തീരുമാനമാണ് വ്യാപകമായി വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയുടെ വ്യത്യാസത്തിന്റെ പ്രധാന ശതമാനവും ഒറ്റ ഫണ്ടിന്റെ റിട്ടേണിലെ വലിയ ശതമാനവും വിശദീകരിക്കുന്നത്. മുകളിൽ പറഞ്ഞ രണ്ടും അല്ലെങ്കിൽ ഒന്നും അല്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞ രണ്ടും. ആസറ്റ് അലോക്കേഷൻ തീരുമാനങ്ങൾ നമ്മെ വിശദീകരിക്കുന്നത് ബ്രോഡായി വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയുടെയും ഒറ്റ ഫണ്ടിന്റെ റിട്ടേണുകളിലെ വലിയ ശതമാനത്തിലുള്ള വ്യത്യാസങ്ങളുടെയും പ്രധാന ശതമാനത്തെക്കുറിച്ചാണ്. അതിനാൽ വിശദീകരണവും നിങ്ങളുടെ മുന്നിലാണ്. എബോട്ട്സൺ, റോജറും പോൾ ഡി കൽപ്പനും നടത്തിയ കണ്ടെത്തലുകൾ പ്രകാരം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോളിസി നിങ്ങളുടെ റിട്ടേൺ വേരിയബിലിറ്റിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ എല്ലാ പോർട്ട്ഫോളിയോകളിലും ഇത് ബാധകമാണ്. നാം ആസറ്റ് അലോക്കേഷൻ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നത് ശരാശരി ഫണ്ടിന്റെ റിട്ടേണിലെ 40% വ്യത്യാസം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ്. ഒറ്റ ഫണ്ടിനായി ആസറ്റ് അലോക്കേഷൻ സമയത്തിനൊത്ത് റിട്ടേണിലെ ഫണ്ടിന്റെ വ്യത്യാസത്തിൽ 90% വരെ വിശദീകരിക്കുന്നു. ഇത് ഒരു പൊതുവായ നിയമമാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ വെക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനാൽ ഉത്തരം ഇരുവരും ശരിയാണ്. ചോദ്യം നമ്പർ 28. ഏത് തരത്തിലുള്ള ഇക്വിറ്റിയാണ് അക്യുമുലേഷൻ ഘട്ടത്തിൽ നിക്ഷേപകരെ ഓഫർ ചെയ്യാൻ കഴിയുക? അക്യുമുലേഷൻ ഘട്ടത്തിൽ നാം ഏത് തരത്തിലുള്ള സെക്യൂരിറ്റികളിലാണ് കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത്? സീറോ ബീറ്റ് ഇക്വിറ്റി, ലോ ബീറ്റ് ഇക്വിറ്റി, ഹൈ ബീറ്റ് ഇക്വിറ്റി, ബീറ്റ് 1 ഉള്ള ഇക്വിറ്റി. അതിനാൽ ശരിയായ ഉത്തരം ഹൈ ബീറ്റ് ഇക്വിറ്റിയാണ്. ശരിയാണല്ലോ. അക്യുമുലേഷൻ ഘട്ടത്തിൽ നമുക്ക് കൂടുതലായുള്ള റിട്ടേൺ പ്രതീക്ഷയുള്ളപ്പോൾ ഉയർന്ന റിട്ടേൺ നേടാൻ ശ്രമിക്കുമ്പോൾ നാം ഹൈ ബീറ്റ് സ്റ്റോക്കുകളിൽ പണം നിക്ഷേപിക്കുന്നു. ഹൈ ബീറ്റ് സ്റ്റോക്കുകൾ എന്നത് മാർക്കറ്റിനേക്കാൾ കൂടുതൽ വോളറ്റൈൽ ആയവയും കൂടുതൽ റിട്ടേൺ നൽകുന്നവയുമാണ്. അതിനാൽ അക്യുമുലേഷൻ ഘട്ടത്തിൽ ഹൈ ബീറ്റ് സ്റ്റോക്കുകൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. ചോദ്യം നമ്പർ 29. ഒരു കമ്പനി താനെ വ്യവസായത്തിൽ യുണീക്കായതായി സ്ഥാനമുറപ്പിക്കുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ആ കമ്പനി പിന്തുടരുന്നു? ശരി. അതാണ് ബ്ലാക്ക് സ്വാൻ ഡിഫറൻഷിയേഷൻ. പിന്നെ ബ്ലൂ ഓഷ്യനും കോസ്റ്റ് ലീഡർഷിപ്പും. ഉത്തരം ഡിഫറൻഷിയേഷൻ ആണ്. ശരിയാണല്ലോ. മൈക്കൽ പോർട്ടർ കമ്പനികളുടെ 2 പ്രധാന മത്സര സ്ട്രാറ്റജികൾ നിർദ്ദേശിക്കുന്നു. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മൈക്കൽ പോർട്ടറുടെ ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിൽ കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻഷിയേഷനും എന്നിങ്ങനെ 2 പ്രധാന രീതികളാണ്. സ്ട്രാറ്റജി ഒരു കമ്പനി നടപ്പിലാക്കാൻ കഴിയും. കോസ്റ്റ് ലീഡർഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്ട്രാറ്റജിയുടെ കീഴിൽ ഒരു സ്ഥാപനത്തിന് എങ്ങനെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ്. നിങ്ങളുടെ കമ്പനി എന്ത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാലും അതിനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ ആ കമ്പനി വ്യവസായത്തിൽ കോസ്റ്റ് ലീഡറായി മാറുന്നു. ഈ ആനുകൂല്യം വ്യവസായം തോറും വ്യത്യാസപ്പെടുന്നു. ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി എന്നത് എന്താണ്? ഈ സ്ട്രാറ്റജിയുടെ കീഴിലാണ് കമ്പനി എങ്ങനെ തങ്ങളുടെ സ്ഥാപനത്തെ വ്യവസായത്തിൽ യുണീക്കായതായി, അതായത് വേറിട്ടതായതായി സ്ഥാപിക്കുന്നു എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഏതെങ്കിലും ഉൽപ്പന്നത്തിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ കഴിയും. ഇത് വ്യവസായം തോറും വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. ഏതെങ്കിലും വ്യവസായത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നം വേറിട്ടതാണെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രത്യേകതയോ മെച്ചപ്പെടുത്തലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. തന്ത്രം. അതിനാൽ നിങ്ങൾ സ്വയം വ്യവസായത്തിൽ യുണീക്കാണെന്ന് തെളിയിക്കുമ്പോൾ അതാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്.
ചോദ്യം നമ്പർ 30 ഡാഷ് ഒരു പരമ്പരാഗത ബോണ്ടിനെ പോലെയല്ല. സീറോ കൂപ്പൺ ബോണ്ട്, കൺവേർട്ടിബിൾ ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട്. അതിനാൽ കൺവേർട്ടിബിൾ ബോണ്ടാണ് ശരിയായ ഉത്തരമെന്ന് പറയാം. ബോണ്ട് ഒരു സാധാരണ പലിശ നൽകുന്ന ബോണ്ടിനെ പോലെയല്ല, ശരിയാണല്ലോ. അത് എന്തുകൊണ്ടാണ്? കാരണം കൺവേർട്ടിബിൾ ബോണ്ട് എന്നത് ഒരു സംയോജനമാണ്. പ്ലെയിൻ വനില്ല ബോണ്ടും അതിൽ ഉൾക്കൊള്ളുന്ന ഇക്വിറ്റി കോൾ ഓപ്ഷനും ചേർന്നതാണ്. അതിനാൽ ഒരു രീതിയിൽ ഇത് ബോണ്ട് ഹോൾഡറിന് അവന്റെ ബോണ്ട് എപ്പോഴും അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട സംഖ്യ കമ്പനിയിലേക്ക് കോമൺ ഷെയറുകളിലേക്ക് മാറ്റാനുള്ള അവകാശം നൽകുന്നു. അതിനാലാണ് ഇതിനെ കൺവേർട്ടിബിൾ എന്ന് വിളിക്കുന്നത്. അതിനാൽ കൺവേർട്ടിബിൾ ബോണ്ടിനെ പരമ്പരാഗത ബോണ്ട് എന്ന് വിളിക്കുന്നത് ശരിയല്ല. 31ാമത്തേത് ഏത് വാല്യുവേഷൻ മെട്രിക്കാണ് ഇതിന്റെ മൂല്യം കണക്കാക്കാൻ അനുയോജ്യം? ഒരു വ്യവസായത്തിൽപ്പെടുന്ന ഒരു രൂപ. ഉയർന്ന വോളിയവും കുറഞ്ഞ മാർജിനുമുള്ള മോഡലിൽ വളരുന്ന വ്യവസായം, ശരിയാണോ? അതിനാൽ ഓപ്ഷനുകൾ നോക്കാം. പ്രൈസ് ടു അർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, അല്ലെങ്കിൽ പ്രൈസ് ടു കറന്റ് അസറ്റ് റേഷ്യോ. അതിനാൽ ശരിയായ ഉത്തരമാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഇപ്പോൾ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. ഒരു കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുത്ത് അതിനെ ആ കമ്പനിയുടേത് ആകെ സെയിൽസിൽ വിഭജിക്കുകയാണ്. ഒരു കമ്പനി ലാഭം നേടുന്നില്ലെങ്കിൽ കമ്പനി ഉയർന്ന വോള്യത്തിലും കുറഞ്ഞ വോള്യത്തിലും ആയിരിക്കുമ്പോഴാണ് ഇതിന്റെ വിശദീകരണം. കുറഞ്ഞ മാർജിൻ ബിസിനസ് ലാഭം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എർണിംഗ്സ് ബേസ്ഡ് റേഷ്യോസ്. അപ്പോൾ നിക്ഷേപകർ എന്താണ് ചെയ്യുന്നത്? നിക്ഷേപകർ അതിന്റെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നോക്കാം. സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നിർണ്ണയിക്കാൻ. ചോദ്യം നമ്പർ 32 വിവരണത്തിൽ PMS ക്ലയന്റ് താഴെ പറയുന്ന ഏത് നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ കഴിയും? നിക്ഷേപം നടത്താവുന്ന സെക്യൂരിറ്റികളുടെ തരം, മാർക്കറ്റ് ടൈമിംഗ് വഴി സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, നിക്ഷേപ സമീപനം, നിക്ഷേപം നടത്താൻ കഴിയാത്ത ഇൻഡസ്ട്രി സെക്ടർ. അതായത് ഡിസ്ക്രിപ്ഷണറി PMS ക്ലയന്റ് ഏത് കാര്യമാണ് ഏർപ്പെടുത്താൻ കഴിയാത്തത്? ശരിയായ ഉത്തരം സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള മാർക്കറ്റ് സമയം. അതിനാൽ വിവേചനാധികാരമുള്ള പോർട്ട്ഫോളിയോ. ഇവിടെ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായി ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നു കരാറിന്റെ അടിസ്ഥാനത്തിൽ. ഇത് നിലവിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സമീപനത്തെയും പോർട്ട്ഫോളിയോ മാനേജർ നൽകുന്ന തന്ത്രങ്ങളെയും അടിസ്ഥാനമാക്കിയായിരിക്കും. കൂടാതെ ക്ലയന്റിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. ഇത് വളരെ ലളിതമായ വിശദീകരണമാണല്ലോ. അതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതാണ് ക്ലയന്റ്. മാർക്കറ്റ് ടൈമിംഗ് എപ്പോഴാണെന്ന് ക്ലയന്റ് വ്യക്തമാക്കാൻ കഴിയില്ല. എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നതും വ്യക്തമാക്കാൻ കഴിയില്ല. ശരി, അതിനാൽ ക്ലയന്റിന്റെ ആവശ്യകതകൾ, ഉദാഹരണത്തിന് ഇൻവെസ്റ്റ്മെന്റ് സമീപനം പോലുള്ള ഏത് സെക്ടറിലോ ഇൻഡസ്ട്രിയിലോ നിക്ഷേപിക്കണം, ഏത് നിക്ഷേപിക്കരുത് എന്നതൊക്കെ ക്ലയന്റിന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടാം. ഡിസ്ക്രിപ്ഷണറി PMS ശരിയാണല്ലോ. എവിടെയാണ് നിക്ഷേപ സമീപനം എന്നതും സെക്ടർ സ്പെസിഫിക്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയി ഉൾപ്പെടുത്താം. പക്ഷേ ക്ലയന്റ് അതെല്ലാം വ്യക്തമാക്കാൻ കഴിയില്ല. ഓർമ്മയിൽ വയ്ക്കണം, മാർക്കറ്റ് ടൈമിംഗിൽ സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും തീരുമാനിക്കേണ്ടത്. ഈ തീരുമാനങ്ങൾ ഫണ്ട് മാനേജറുടെ കയ്യിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷണറി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്. ചോദ്യം നമ്പർ 33 2 പ്രസ്താവനകൾ തിരിച്ചറിയുക. അവലോകനത്തിലെ പ്രകടനം. വിശകലനം. ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് ഈടാക്കാവുന്ന പ്രകടന ഫീസ് എത്രയാണ്? അവലോകനത്തിലെ പ്രകടനം. വിശകലനം. റിസ്ക് മെട്രിക്സിന്റെ കാര്യത്തിൽ പോർട്ട്ഫോളിയോ ബെഞ്ച് മാർക്കിനെ മറികടന്നോ അതോ ബെഞ്ച് മാർക്കിനെ മറികടന്നോ എന്ന് തിരിച്ചറിയുക. മുകളിൽ പറഞ്ഞതും മുകളിലുള്ളവയൊന്നും അല്ലാത്തതുമായ ശരിയായ ഉത്തരം എന്താണ്? അവലോകനത്തിലെ പോർട്ട്ഫോളിയോ. വിശകലനം. പോർട്ട്ഫോളിയോ ബെഞ്ച് മാർക്കിനെ മറികടന്നോ അതോ റിസ്ക് മെട്രിക്സിന്റെ കാര്യത്തിൽ ബെഞ്ച് മാർക്കിനെ മറികടന്നോ എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഉത്തരം എങ്ങനെയെന്നതാണ് അവലോകനത്തിലെ പ്രകടനം. ചില റിസ്ക് റിട്ടേൺ മെട്രിക്സുകൾ നോക്കുമ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബെഞ്ച് മാർക്കിനെ മറികടന്നോ അതോ മറികടന്നോ എന്ന് വിശകലനം നമ്മോട് പറയുന്നു. ചോദ്യം നമ്പർ 34 ഒരു ഇൻവെസ്റ്റർ 50 ലക്ഷം രൂപ ഫണ്ട് മാനേജറുടെ കയ്യിൽ നിക്ഷേപിച്ചു. അതിൽ നിന്ന് വെറും 35 ലക്ഷം മാത്രമാണ് നിക്ഷേപിച്ചത്. അതിൽ നിന്ന് 3,40,000 രൂപ ലാഭം നേടി. ഇൻവെസ്റ്റർ യഥാർത്ഥത്തിൽ എത്ര റിട്ടേൺ നേടി? ശരി, ഇൻവെസ്റ്റർ 50 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നതുകൊണ്ട് കണക്കുകൂട്ടലും 50 ലക്ഷം രൂപയെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. അപ്പോൾ 3,40,000 50 ലക്ഷം കൊണ്ട് വിഭജിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ അത് 6.8% ആകും. അതായത് എനിക്ക് ഇതിൽ 6.8% ലാഭം ലഭിക്കുന്നു. ശരി, അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം വരേണ്ടതില്ല. 3,40,000 35 ലക്ഷം കൊണ്ട് കണക്കാക്കേണ്ടതില്ല. ശരി, ആകെ നിക്ഷേപിച്ചിരുന്നത് 50 ലക്ഷം രൂപയാണെങ്കിൽ അതിന്മേൽ നമുക്ക് റിട്ടേൺ കണക്കാക്കണം. 6.8% ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 35 കറൻസി റിസ്കുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കറൻസി റിസ്ക് വിദേശ നിക്ഷേപത്തിൽ നിന്നുള്ള യഥാർത്ഥ റിട്ടേൺ വർദ്ധിപ്പിക്കാൻ കഴിയും. കറൻസി റിസ്ക് വിദേശ നിക്ഷേപത്തിൽ നിന്നുള്ള യഥാർത്ഥ റിട്ടേൺ കുറയ്ക്കാനും കഴിയും. കറൻസി റിസ്ക് വിദേശ നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നില്ല. കറൻസി റിസ്ക് എക്സ്ചേഞ്ച് റേറ്റുകളുടെ അനിശ്ചിതത്വം മൂലമാണ് ഉയരുന്നത്. തെറ്റായ പ്രസ്താവന ഞങ്ങൾക്ക് കണ്ടെത്താനാണ്.
അതായത് തെറ്റായ പ്രസ്താവന കറൻസി റിസ്ക് വിദേശ നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നു എന്നതാണ്. ഇതാണ് തെറ്റായ പ്രസ്താവന. അതായത് കറൻസി റിസ്ക് വിദേശ നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺസ് കവർ ചെയ്യില്ല. ശരി, അതിനാൽ ഇത് പൂർണ്ണമായും തെറ്റായ പ്രസ്താവനയാണ്. വിദേശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള റിട്ടേൺസ് ഒരിക്കലും കറൻസി റിസ്ക് കൊണ്ട് കവർ ചെയ്യാൻ കഴിയില്ല. ചോദ്യം നമ്പർ 36. റിബാലൻസിംഗ് ചെലവിന്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജ് ചെലവ്, STD, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, PMS ഫീസ് പേയബിൾ. അതിനാൽ ഉത്തരം PMS ഫീസ് പേയബിൾ. PMS ഫീസ് പേയബിൾ എന്നത് റിബാലൻസിംഗ് ചെലവിന്റെ ഭാഗമല്ല. നോക്കൂ, റിബാലൻസിംഗിൽ 2 തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാകും. ആദ്യത് ട്രാൻസാക്ഷൻ ചെലവും നികുതി ചെലവുമാണ്. ട്രാൻസാക്ഷൻ ചെലവ് എന്നത് സമയവും പണവും ഉൾപ്പെടുന്ന ചെലവുകളാണ്. ഉദാഹരണത്തിന് റിസർച്ച്, ബ്രോക്കറേജ് ഫീസ്, ബൈയിങ് സെല്ലിംഗ്, സെക്യൂരിറ്റീസ് എന്നിവയ്ക്കുള്ള ചെലവുകൾ. നികുതി എന്നത് നിങ്ങൾക്ക് വരുന്ന ചെലവാണ്. ഉദാഹരണത്തിന് STD അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി. അതിനാൽ നേരിട്ട് PMS ഫീസ് റിബാലൻസിംഗ് ചെലവിന്റെ ഭാഗമാകില്ല. ചോദ്യം നമ്പർ 37. ഇവയിൽ ഏത് വരുമാനമാണ് PMS ക്ലയന്റിന് ലഭിക്കാത്തത്? പലിശ വരുമാനം, ബിസിനസ് വിൽപ്പനയിൽ നിന്നുള്ള മൂലധന ലാഭം, ഡിവിഡൻഡ് വരുമാനം, സെക്യൂരിറ്റീസ് വിൽപ്പനയിൽ നിന്നുള്ള മൂലധന ലാഭം. അതിനാൽ ശരിയായ ഉത്തരമാണ് ബിസിനസ് വിൽപ്പനയിൽ നിന്നുള്ള മൂലധന ലാഭം. അപ്പോൾ PMS ക്ലയന്റ് എങ്ങനെ വരുമാനം നേടുന്നു എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരികളും വിൽപ്പനയിലുമുള്ള ഡിവിഡൻഡ് വരുമാനം, ഫിക്സ്ഡ് ഇൻകമിൽ നിന്നുള്ള പലിശ വരുമാനം, സെക്യൂരിറ്റീസ് വിൽപ്പനയിൽ നിന്നുള്ള ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം മൂലധന ലാഭം, സെക്യൂരിറ്റീസ് വാങ്ങലും വിൽപ്പനയുമിലൂടെ ബിസിനസ് വരുമാനം എന്നിവയാണ്. ഗെയിനുകൾ ബിസിനസ് വരുമാനമായി കണക്കാക്കപ്പെടുന്നുവെങ്കിൽ ശരിയായ ഉത്തരമാണ് ബിസിനസ് വിൽപ്പനയിൽ നിന്നുള്ള മൂലധന ലാഭം. 38-ാം ചോദ്യം. നിക്ഷേപകൻ പരിമിതവും കുറഞ്ഞതുമായ വരുമാന മാർഗങ്ങളാണുള്ളത്. ഇവയിൽ ഏതാണ് കുറഞ്ഞ മുൻഗണന നൽകേണ്ട ലക്ഷ്യങ്ങൾ? സ്വന്തം താമസത്തിനായി ഒരു വീട് വാങ്ങുക, ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുക, മൾട്ടി യൂട്ടിലിറ്റി വാഹനം എടുക്കുക, കുട്ടിയുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി സാവകാശം ഒരുക്കുക. ഇപ്പോൾ വരുമാന മാർഗങ്ങൾ കുറവാണെങ്കിൽ ഏത് ലക്ഷ്യമാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യത്തിൽ വയ്ക്കേണ്ടത്? അതിനാൽ ശരിയായ ഉത്തരമാണ് മൾട്ടി യൂട്ടിലിറ്റി വാഹനം വാങ്ങുന്നതാണ്. മറ്റുള്ള ലക്ഷ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. സ്വന്തം താമസ വീട് വാങ്ങണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യവും ഉയർന്ന വിദ്യാഭ്യാസവും ഒരുക്കണം. അതിനാൽ നാം മറ്റ് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ വാഹനം വാങ്ങുന്നത് കുറച്ച് കുറഞ്ഞ പ്രാധാന്യത്തിൽ വയ്ക്കേണ്ടി വരും. അതിനാൽ ഉത്തരം മൾട്ടി യൂട്ടിലിറ്റി വാഹനം വാങ്ങുന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യത്തിൽ വ്യക്തമായി ഇതേ ചോദിച്ചിട്ടുള്ളതിനാൽ നാം ഇതിൽ ഇതേ ഉത്തരം തിരഞ്ഞെടുക്കും. ചോദ്യം നമ്പർ 39. സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് ഷെഡ്യൂൾ 3-ലെ ക്ലോസ് 12 ഏതുമായി ബന്ധപ്പെട്ടതാണ്? എന്നാൽ ഇത് സ്പെക്യുലേറ്റീവ് ആൻഡ് റിസ്ക് ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വിദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. കൂടാതെ ഇത് പ്രോപ്പർട്ടി ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതുമാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് ഇത് പ്രോപ്പർട്ടി ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് ക്ലോസ് 12 നമ്മെ പഠിപ്പിക്കുന്നത് പ്രോപ്പർട്ടി ട്രേഡിംഗ് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ക്ലോസ് 12 ഓഫ് ഷെഡ്യൂൾ 3 പ്രകാരം പ്രോപ്പർട്ടി ട്രേഡിംഗ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതിനാൽ ഇത് നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ചോദ്യം നമ്പർ 14. ഒരു മ്യൂച്വൽ ഫണ്ടിന് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്നതിന്റെ നിരവധി ഗുണങ്ങൾ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് സ്കെയിൽ എക്കണോമികളുടെ നേട്ടമല്ല ഇത് എന്നതിലാണ് കാര്യം. ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുക, ബ്രോക്കർമാരുമായി മികച്ച നിബന്ധനകൾ ചർച്ച ചെയ്യുക, നിക്ഷേപ ഗവേഷണത്തിന്റെ ചെലവ്, പ്രൊഫഷണൽ മാനേജർമാരെ ഏർപ്പെടുത്തുക. ഇവയിൽ ഏതാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിലിന്റെ ഗുണങ്ങളിൽ പെടാത്തത്? അതിനാൽ ശരിയായ ഉത്തരമാണ് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നത് എന്താണ്? അത് വലിയ നിക്ഷേപകരിൽ നിന്നോ നിരവധി നിക്ഷേപകരിൽ നിന്നോ പണം സമാഹരിക്കുന്നതാണ്. ശരി, അതിനാൽ നിരവധി നിക്ഷേപകർ ചേർന്ന് പ്രവർത്തിക്കുന്നു. നിരവധി നിക്ഷേപകർ ചേർന്ന് നിങ്ങളുടെ ഫണ്ട് മാനേജറുടെ ഫീസ് നൽകുന്നു. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫീസും പോകുന്നു. നിക്ഷേപ ഗവേഷണത്തിനുള്ള ഫീസും നൽകപ്പെടുന്നു. പ്രൊഫഷണൽ മാനേജർ അഥവാ ഫണ്ട് മാനേജറുടെ ഫീസ് അവിടെയുള്ള എല്ലാവരും പങ്കിടുന്നു. ശരിയാണല്ലോ. ഫണ്ട് മാനേജർ ഒരു രീതിയിൽ ബ്രോക്കറുമായി ചർച്ച ചെയ്യാനും കഴിയും. അതിനാൽ അവിടെയും ചർച്ചകൾ നടക്കാം. എന്നാൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നത് സ്കെയിലിന്റെ സാമ്പത്തിക ഗുണം അല്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നത്. ചോദ്യം നമ്പർ 41. കമ്പനിയുടെ മാർക്കറ്റ് ബീറ്റ 1.25 ആണ്. റിസ്ക് ഫ്രീ റേറ്റ് 6%. മുതൽക്ക് പ്രകാരം എസ്റ്റിമേറ്റഡ് ഇക്വിറ്റി റിട്ടേൺ എത്രയാണ്? ആ രാജ്യത്തിന്റെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം 9% ആണെങ്കിൽ ശരി, വളരെ ലളിതമായ ഫോർമുല ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്. കുഴപ്പപ്പെടേണ്ടതില്ല. ഇതേ ഫോർമുല നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. മുതൽക്ക് പ്രകാരം ആവശ്യമായ റിട്ടേൺ നിരക്ക് എന്നത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ മൾട്ടിപ്ലൈ ചെയ്താൽ എ, അതായത് മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഇത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്നും വിളിക്കുന്നു. അതായത് ഇവിടെ ആവശ്യമായ റിട്ടേൺ നിരക്ക് 6 ആണ്. അതിൽ ബീറ്റ ചേർക്കണം. പിന്നെ അതിനെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആയ 9 മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാൽ ശരിയായ ഉത്തരമാണ് 17.25%.
ചോദ്യം നമ്പർ 42. സർക്കാർ ഏജൻസികൾ ഇറക്കുന്ന ബോണ്ടുകൾക്ക് ഏത് പേരാണ് അറിയപ്പെടുന്നത്? അപ്പോൾ സർക്കാർ ഏജൻസികൾ ഇറക്കുന്ന ബോണ്ടുകൾ ഏതാണ്? സർക്കാർ ബോണ്ടുകൾ, പബ്ലിക് സെക്ടർ ബോണ്ടുകൾ, ഏജൻസി ബോണ്ടുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്യൂരിറ്റീസ് ബോണ്ടുകൾ. അതിനാൽ ഉത്തരം പബ്ലിക് സെക്ടർ ബോണ്ടുകളാണ്. ഇത് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. സർക്കാർ ഏജൻസികൾ നമ്മുടെ പബ്ലിക് സെക്ടർ ബോണ്ടുകൾ ഇറക്കാൻ കഴിയും. FDയുടെ ഏത് വിഭാഗങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 9 ബാധകമല്ല? കാറ്റഗറി 1 FPA മാത്രം, കാറ്റഗറി 2 FPA മാത്രം. മുകളിൽ പറഞ്ഞ രണ്ടും മുകളിൽ പറഞ്ഞ ഒന്നും അല്ല. ശരിയായ ഉത്തരം കാറ്റഗറി 1 FPA മാത്രമാണ്. നോക്കൂ, ചില നിബന്ധനകൾ സെക്ഷൻ 9 ഓഫ് ഇൻകം ടാക്സ് ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവ കാറ്റഗറി 1 FPAകൾക്ക് ബാധകമല്ല. അതായത് കാറ്റഗറി 1 FPAകൾക്ക് ഈ നിബന്ധനകൾ ബാധകമാകില്ല. ശരിയാണല്ലോ? അതിനാൽ FPയുടെ കാറ്റഗറി 1 എന്ന വിഭാഗത്തിൽ സെക്ഷൻ 9 ഓഫ് ഇൻകം ടാക്സ് ആക്ടിലെ ചില കാര്യങ്ങൾ ബാധകമാവില്ല. അതിനാൽ ശരിയായ ഉത്തരം കാറ്റഗറി 1 FPA മാത്രമാണ്. ചോദ്യം 44. PMS റെഗുലേഷനിൽ അപ്ഫ്രണ്ട് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? പോർട്ട്ഫോളിയോ മാനേജർ ആദ്യം യാതൊരു ഫീസ് ഈടാക്കില്ല, പിന്നീട് ഫണ്ടിൽ നിന്നുള്ള മൊത്തം വരുമാനം കണക്കാക്കും. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന് ലാഭം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഫീസ് കുറയ്ക്കില്ല. പോർട്ട്ഫോളിയോ മാനേജർ പ്രകടന ഫീസുകൾ എന്ന പേരിൽ യാതൊരു തുകയും ഈടാക്കില്ല. ക്ലയന്റിന് ഏതെങ്കിലും സേവനം നൽകുന്നതിന് മുമ്പ് പോർട്ട്ഫോളിയോ മാനേജർ ആദ്യം യാതൊരു ഫീസും ഈടാക്കില്ല. ശരിയായ ഉത്തരമാണ്. പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന് ഏതെങ്കിലും സേവനങ്ങൾ നൽകുന്നതിന് മുമ്പ് ആദ്യം യാതൊരു ഫീസും ഈടാക്കില്ല. ശരിയാണല്ലോ? അതിന്റെ വിശദീകരണം ആണ് PMS. റെഗുലേഷൻസ് ആക്ടിലെ റെഗുലേഷൻ 22 പ്രകാരം നൽകിയിരിക്കുന്നത് പോലെ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഒരു ഫണ്ട് മാനേജറും ക്ലയന്റുകളിൽ നിന്ന് നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി യാതൊരു അപ്ഫ്രണ്ട് ഫീസും ഈടാക്കാൻ കഴിയില്ല. ചോദ്യം നമ്പർ 45. കമ്പാരബിൾ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ്? അപ്പോൾ നാം കമ്പാരബിൾ ബെഞ്ച്മാർക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു ഗുണം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. സെക്യൂരിറ്റികളുടെ എണ്ണം, ഇൻവെസ്റ്റ്മെന്റ് സമീപനം, ഇൻഡെക്സിലെ ബ്ലൂ ചിപ്സ്, പെർഫോമൻസ് അളക്കാനുള്ള കഴിവ്. ശരിയായ ഉത്തരമാണ് ഇൻവെസ്റ്റ്മെന്റ് സമീപനം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സമീപനം എന്താണ് എന്നതാണ് പ്രധാനമായത്. ശരി, അതിനാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പാരബിൾ ഇൻഡെക്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ബെഞ്ച് മാർക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സമീപനത്തെ ആശ്രയിച്ചിരിക്കും. ചോദ്യം നമ്പർ 46. ലോകത്തിലെ ഫിക്സ്ഡ് ഇൻകം മാർക്കറ്റുകളിൽ ഒരു ഡേ അക്കൗണ്ട് കൺവെൻഷൻ ആകാമോ? അതിനാൽ ആക്ച്വൽ ഡിവൈഡ് ബൈ ആക്ച്വൽ, ആക്ച്വൽ ഡിവൈഡ് ബൈ 365, ആക്ച്വൽ ഡിവൈഡ് ബൈ 360 ഇവയൊക്കെയും ഉൾപ്പെടുന്നു. അതിനാൽ ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞവയൊക്കെ. ചോദ്യം നമ്പർ 47. സെബി PMS രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് അപേക്ഷകൻ ഒരു കോംപ്ലയൻസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടോ? ബി. പ്രിൻസിപ്പൽ ഓഫീസർ കുറഞ്ഞത് 5 പേർ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയവരാണോ? കൂടാതെ കുറഞ്ഞത് 2 വർഷം സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അനുഭവം ഉള്ളവരാണോ എന്നത് ഉറപ്പാക്കണം. ശരിയാണോ? അതിനാൽ ഓപ്ഷൻ എ, എയും ബിയും സിയും ശരിയാണ്. എയും സിയും മാത്രമാണ് ശരി എന്നിങ്ങനെയാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് എയും ബി മാത്രമാണ് ശരി, അതായത് കോംപ്ലയൻസ് ഓഫീസറും പ്രിൻസിപ്പൽ ഓഫീസറും. അപ്പോൾ നോക്കാം, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ നൽകുന്നതിന് മുമ്പ് റെഗുലേറ്റർ എന്താണ് പറയുന്നത് എന്ന്. റെഗുലേറ്റർ പറയുന്നു, കുറഞ്ഞത് ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ ഗ്രാജുവേഷൻ ചെയ്തിരിക്കണം. കൂടാതെ ഇവിടെ 3-ാം വരിയിൽ എഴുതിയിരിക്കുന്നത് കുറഞ്ഞത് 5 പേർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ ഗ്രാജുവേറ്റ് ചെയ്തവരായിരിക്കണം എന്നാണ്. അതിനാലാണ് 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായതാകുന്നത്. ഉത്തരം എയും ബിയുമാണ്, അതായത് 2-ാം ഓപ്ഷൻ. ചോദ്യം നമ്പർ 48. മിസ്റ്റർ സോഹം ഒരു ഫണ്ട് മാനേജർ ആണ്. അവൻ ഫണ്ടുകൾ 2 സ്റ്റോക്കുകളിൽ എയും ബിയും യഥാക്രമം 6-ന്റെ അനുപാതത്തിൽ എയിലും 4-ന്റെ അനുപാതത്തിൽ ബിയിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ഡി സ്റ്റോക്ക് എയുടെ ബീറ്റ 1.2 ആണ്. സ്റ്റോക്ക് ബിയുടെ ബീറ്റ 0.6 ആണ്. പോർട്ട്ഫോളിയോ ബീറ്റ കണക്കാക്കുക. അതിനാൽ പോർട്ട്ഫോളിയോ ബീറ്റ ഇവിടെ കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ്. സ്റ്റോക്കുകളുടെ അനുപാതം നാം ആദ്യം കണ്ടെത്തും. അനുപാതം 6:4 എന്നതാണ്. അതായത് സ്റ്റോക്ക് എയുടെ വിഹിതം 60%, അതായത് 0.6. സ്റ്റോക്ക് ബിയുടെ വിഹിതം 40%, അതായത് 0.4. സ്റ്റോക്ക് എയുടെ ബീറ്റ 1.2 ആണ്. സ്റ്റോക്ക് ബിയുടെ ബീറ്റ 0.6 ആണ്. ഇത് വളരെ ലളിതമാണ്. സ്റ്റോക്ക് എയുടെ 0.6 എന്ന വിഹിതം അതിന്റെ ബീറ്റായായ 1.2 ഗുണിച്ചെടുക്കണം. അതിനുശേഷം സ്റ്റോക്ക് ബിയുടെ വിഹിതമായ 0.4 അതിന്റെ ബീറ്റായായ 0.6 ഗുണിച്ചെടുക്കണം. അതായത് 0.6 ഗുണിച്ചാൽ 1.2 പ്ലസ് 0.4 ഗുണിച്ചാൽ 0.6. അതിനാൽ ഉത്തരം 0.96%, അതായത് ബി ആണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 41. ക്ലയന്റ് അക്കൗണ്ടിൽ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഏതിന് ശരിയാണോ? അപ്പോൾ ഓപ്ഷനുകൾ നോക്കാം.
ക്ലയന്റിന്റെ സ്വന്തം പൊസിഷനുകൾക്ക് മാർജിൻ നൽകേണ്ടതായിരിക്കുമ്പോൾ അതെ, അനലിസ്റ്റഡ് സെക്യൂരിറ്റികളുമായി ഡീലിംഗ് ചെയ്യുമ്പോൾ അതെ, ക്ലയന്റിന്റെ സ്വന്തം ട്രേഡുകളുടെ സെറ്റിൽമെന്റിനായി അതെ, മുകളിൽ പറഞ്ഞവ എല്ലാം. അതിനാൽ ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണല്ലോ. ഒരു PMS ക്ലയന്റ് അക്കൗണ്ടിൽ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. വിവരണം നോക്കാം. സെബി നിശ്ചയിച്ച പോർട്ട്ഫോളിയോ മാനേജറുടെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ പ്രകാരം. പോർട്ട്ഫോളിയോ മാനേജർമാരുടെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റ് അക്കൗണ്ടിൽ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യരുത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അതിന് അനുവദനീയമാണ്. ഈ നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നിങ്ങളുടെ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയൂ. അവ നിബന്ധനകൾ ഏതാണ്? ക്ലയന്റ് സ്വന്തമായി നടത്തിയ ട്രേഡുകൾ സെറ്റിൽ ചെയ്യുന്നതിനും ക്ലയന്റിന്റെ പൊസിഷനുകൾക്ക് മാർജിനും കൊലാറ്ററലും നൽകുന്നതിനും റെഗുലേഷനുകൾക്ക് അനുസരിച്ച് അൺലിസ്റ്റഡ് സെക്യൂരിറ്റികളിൽ ഡീലിംഗ് ചെയ്യുന്നതിനും ഓരോ ട്രാൻസാക്ഷനിലും ക്ലയന്റിന്റെ പ്രത്യേക സമ്മതം ലഭിച്ചിരിക്കേണ്ടതും കൂടാതെ സെബി സംയോജിതമായി നിർദ്ദേശിക്കുന്ന മറ്റ് ഏതെങ്കിലും കാരണങ്ങൾക്കുമാണ് ഈ നിബന്ധനകൾ ബാധകമാകുന്നത്. അതിനാൽ ഉത്തരം ഡി ആണ്. ചോദ്യം നമ്പർ 50. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ ഡാഷ് എന്നത് കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്ന ദിവസത്തിൽ തീരുമാനിക്കപ്പെടുന്നില്ല. മെയിൻ്റനൻസ് മാർജിൻ, ഡിസ്കൗണ്ട് റേറ്റ്, എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആസ്തിയുടെ ഗുണമേന്മ, എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആസ്തികളുടെ അളവ് എന്നിവയാണ് ഓപ്ഷനുകൾ. അപ്പോൾ ഏതാണ് ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ ഘടകം കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്ന ദിവസം തീരുമാനിക്കപ്പെടാത്തത്? ശരിയായ ഉത്തരമാണ് ഡിസ്കൗണ്ട് റേറ്റ്. അതിനാൽ ഉത്തരം ഡിസ്കൗണ്ട് റേറ്റ് ആണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ നിന്നുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാം 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. ഈ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നതാണ്. ആവശ്യമായിടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരണവും നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾ PMS പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ മുഴുവൻ പാഠ്യപദ്ധതിയും നിങ്ങൾ പൂർണ്ണമായി പഠിച്ചിരിക്കണം. അതിനായി ഞാൻ 12 അധ്യായങ്ങളുള്ള വീഡിയോയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരോടും എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്, നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് കാണുക. പക്ഷേ നമ്മുടെ PMS പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട വീഡിയോകളും കാണാൻ മറക്കരുത്. അതിനാൽ വീഡിയോ കണ്ടതിന് വളരെ നന്ദി കൂട്ടുകാരെ. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വിട.